മക്കളെ ഇത് കണ്ടില്ലേ കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഫുള്ള് വൃത്തിയാണ്, ഫുള്ള് ഫിനിഷാക്കിയിട്ട് കംപ്ലീറ്റ് ഇട്ടിട്ട് അതേപോലെ തന്നെ ഓരോരോ റൂമുകൾ അപ്പോൾ പിടിച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടി രണ്ടാം പിടുത്തം എന്ത് ചെയ്യുക പിടിച്ചതുകൊണ്ട് തന്നെ മണലുമാണ്. അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ മക്കളെ എന്താ പറയുക കല്ല് നിങ്ങൾ പെരയട്ടെ എന്തിനാ ആ കല്ലുമ്പോൾ പൊട്ടുണ്ട് വരിയുണ്ട്. അത് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കല്ല് ചിലപ്പോൾ നീ വെക്കുമ്പോൾ വരി കൊടുങ്ങും. ഈ കല്ല് ഉറപ്പ് കൂടുതലാവും, പക്ഷേ വേഗം വരി കൊടുങ്ങും. ഇതിന് വരി ഉണ്ടാവും. പക്ഷേ ഈ കല്ലിന് ഒരിക്കലും വരി കൊടുങ്ങൂല. വേണ്ടാ ഈ കല്ലിന് വരി കൊടുക്കൂല ഒരിക്കലും. പാതകത്തിനൊക്കെ ഉറപ്പതാണ്. പക്ഷേ എന്താ അപ്പം നിങ്ങൾ ചോദിച്ചു എന്തിനപ്പം നിങ്ങൾ കല്ലിൻ്റെ പണി എടുക്കുന്നതെന്ന് അല്ലേ. നമ്മൾ വാർത്ത സംഭവം എന്താ മക്കളെ, ഇവിടെ ഒരു ബീം ഇടണം. ഇവിടെ ഒരു ബീം ഇപ്പോൾ ഇവിടെ ഒരു ബീം ഇടല് ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യട്ടെ. നമ്മൾ എന്താണ് ഇത്രയും അളവുള്ളതുകൊണ്ട് ശരിക്ക് ഒരു നല്ലൊരു ബീം ഇവിടെ സെറ്റാക്കി കൊടുക്കട്ടെ. ഇവിടെ ഒരു ബീം ഇടണം. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും കാലത്ത് ഒരു തൂക്കം വരരുത് എന്ന് കരുതിയിട്ടാണ് അതിനെന്ത് ചെയ്യണേ ബീം ഇടണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലാൻഡിങ് സെറ്റാക്കാണ്. അപ്പോൾ ഈ കല്ല് ശരിക്ക് കുഴപ്പമില്ല അല്ലേ. ഈ കല്ല് കുഴപ്പമില്ല. പക്ഷെ ചിലതിന് ചെറിയ പരിഹാരമുണ്ടാവും കേട്ടോ ഇങ്ങനത്തെ കല്ലുമ്മ. അപ്പോൾ അതിന് സെറ്റ് ചെയ്യാൻ അവരവിടെ അടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഇവർ രണ്ട് സ്പാൻ ഇടണം. ഞാനൊരു ധൈര്യത്തിന് 3 സ്പാൻ ഇടട്ടെ, എന്തെങ്കിലും കട്ടക്കാലം വരെ എടുക്കട്ടെ. അപ്പോൾ നല്ല രാത്രി വാർപ്പൊക്കെ വെച്ചിട്ട് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സ്പാന് സെറ്റാക്കണം. ടേക്കറിടാൻ വേണ്ടിയിട്ട് 2 മതി ശരിക്ക്. എന്നാലും ഞങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് വലിയ മുട്ടച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഏകദേശം നല്ലൊരു പണി നമ്മൾ ലോഡ് ചെയ്തിട്ട് കാര്യം ചെയ്യാം. അപ്പോൾ അതേപോലെ പലട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ട് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ പറഞ്ഞു കേട്ടോ. ഇതിനടിയിൽ 3 മുട്ട് നല്ല ഇതേപോലെ കെട്ടുമ്പി 2 സൈഡിൽ നിന്നും പല വലിയായിരിക്കാൻ ഫുള്ള് വലിച്ചടിച്ചിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കണം കേട്ടോ. ഇനി ഓക്കെ ഏകദേശം ഇങ്ങനെ റെയിൽ അടുത്തടുത്തിട്ട് സ്പാനിട്ട് അത്യാവശ്യം നല്ല ഇങ്ങനെ സെറ്റാക്കി വരിക കേട്ടോ. റെയിലിങ്ങനെ അടിച്ച് വരികയാണെങ്കിൽ കുറച്ചൊരു റിസ്ക് ഉണ്ട്. ഒരേസം റിസ്ക്കുള്ള പണിയാണ്. മറ്റേ ഭാഗങ്ങളൊക്കെ ഷീറ്റ് ഇട്ടിക്കണ്, ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ട്. പക്ഷേ അപ്പോൾ മക്കളെ ഏകദേശം ഇന്നലെ നമ്മൾ ഏകരട്ട് വലിയ മുട്ട കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം മനസ്സിലായ ഈ ഏകരത്തുമ്പോൾ നമ്മൾ ഏകദേശം 6 മുട്ട കൊടുക്കണം കേട്ടോ. കാരണം ഈ കോണിമൊക്കെ ഫുള്ള് ലോഡാക്കാൻ പാടില്ല. കോണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ വേറെ ഒന്നും മാത്രമല്ല, അപ്പോൾ ബാക്കി മുട്ട എന്തിനാണെന്ന് ചോദിക്കും. ഈ ലാൻഡിങ് ഒന്നുമില്ല. നമ്മൾ ഇവിടെ സ്പാൻ ഇടുന്ന സമയത്ത് ഇവിടെ സ്പാൻ ഇടുന്ന തിരിച്ചിടണം കേട്ടോ. ഈ റാഡ് നമുക്ക് ആ എൻഡിക്ക് കിട്ടുന്ന രീതിയിൽ തിരിച്ചിട്ടതിന് ശേഷം ഈ ലാൻഡിങ് മുതൽ അയിമക്കും ഈ ബീമമ്മക്കും ഓവർ ലോഡ് വരാത്ത രീതിയിൽ എന്തെയ്യണമെന്ന് അറിയാം അത് ചെയ്ത് കൊടുക്കണം കേട്ടോ. മഴക്കാലമാണ് നമ്മളെന്ത് നമ്മളിവിടെ ഇങ്ങനെ സ്പാന് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടതാ നമ്മൾ അടുത്ത സ്പാന് വണ്ടീന് കയറ്റി കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ തന്നെ കയറ്റി കൊടുത്തിരുന്നത്, ഞാൻ സലാമിക്കൂടെ കയറ്റി കൊടുത്തിരുന്നത്. അപ്പോൾ പറയാനെന്താ നമ്മളെ വീട് പൊളിയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം സംഭവം. ഈ സ്പാൻ ഇത് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്പാന് ഇവിടെയും വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ നല്ല ഉഷാറാക്കി ചെയ്തിക്കണ്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇടുമ്പോൾ ഇത് പൊട്ടി വീകൂട്ടെ. എന്തായാലും ഇത് പൊട്ടി വീകും. കാരണം ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കണം. പക്ഷേ ഇങ്ങനത്തെ സ്പാൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ലോഡ് കൂടുതൽ വരാത്ത ഭാഗത്ത് എന്ത് ചെയ്യണം അത് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ശ്രദ്ധിക്കണം. നമ്മളാണ്ട് ഇട്ടുകൂടിയെന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി വീകൂട്ടാ സംഭവം. അപ്പോൾ മക്കളെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയില്ല, നമ്മൾ സെൻട്രിങ്ങിൻ്റെ പണി എടുക്കുന്ന ആൾക്കാരോട് ഇങ്ങനത്തെ ബീം അടിച്ചിട്ട് അതിൻ്റെ സ്പാൻ്റെ മേലെ ആണി ഇടുമ്പോൾ അതായത് ഏകദേശം ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് കണ്ടിട്ടുള്ള ആണി കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ. എന്നാൽ എന്താ പറയുക പൊളിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് റിസ്ക് കുറയും കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് ഊരിപ്പോരും. ഓക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ ഇവിടേക്ക് 10 ആവശ്യമുണ്ട്. അപ്പോൾ 10 കറക്റ്റാണ്. ഓക്കെ ഓരോ ആണി വെച്ചാലും മതി. പക്ഷേ ഫുള്ളായിട്ട് വെക്കരുത് കേട്ടോ. ഫുള്ളായിട്ട് വെച്ചാൽ നമ്മളെ പലക ഒരുപാട് നാശമായി പോവുകയും ചെയ്യും. മാത്രമല്ല പൊളിക്കുന്ന ആൾക്ക് ഭയങ്കര ഹെവി റിസ്ക് ആയിരിക്കും ചെയ്യും. ഓക്കെ വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കട്ടോ. ഏകദേശം തട്ടിൻ്റെ പണി ഇങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഇത് മേലെ ആയതുകൊണ്ടും അതേപോലെ തന്നെ കുറച്ച് ബീം അടിക്കാനൊക്കെ ഇവിടെ ഒരു ബീം അഡീഷണൽ നമ്മൾ ഇട്ട് കൊടുത്താട്ടോ. നമുക്കിപ്പോൾ ഇത് ശരിക്കും വേണമെങ്കിൽ ഇത് 10-ൻ്റെ കമ്പി ആയിക്കാണ്ട് ഇത് 10-ൻ്റെ കമ്പി ആയിക്കാണ്ട് പായി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരില്ല. പക്ഷേ ഏതെങ്കിലും കാലത്ത് ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു തൂക്കം വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് എക്സ്ട്രാ സാധനങ്ങൾ വരും കേട്ടോ. ഇതിന് ഈ ഒരു ബീം അടിക്കാനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കേട്ടോ. ഏകദേശം ഒരു 15,000 രൂപ ഈ ബീം അടിക്കാൻ മാത്രം ചിലവാണ് ശരിക്ക്. കാരണം ഒരു 4-5 ആളെ കൂലി ഒരു ദിവസം തന്നെ എക്സ്ട്രാ വരും. പിന്നെ അതിൻ്റെ അടിയിൽ മുട്ട് കാര്യങ്ങൾ ഒക്കെ കൂടി ഒരു സംഖ്യ ശരിക്ക്
പാനം കൊണ്ടുവരാനുള്ള ചിലവ് അതേമാതിരി പൊന്നാനിയിലായതുകൊണ്ട് കുറച്ച് ദൂരമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യുന്ന ഈ ബീം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പിപ്പണി കാര്യങ്ങളൊക്കെ കൂടി ഉള്ള ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അടിക്കാൻ തന്നെ ഏകദേശം അടിയിൽ എകരം ഇട്ടിട്ട് വലിയ എകരങ്ങൾ ഇട്ടിട്ട് അടിക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി എന്താ 10,000 എന്ന് ചോദിക്കേണ്ട അടിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. തുടങ്ങല്ല ഇവിടെ നമുക്ക് 4 എകരം വരാണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ എകരത്തിൽ നമുക്ക് 4 മുട്ട് വരാണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ, 6 മുട്ടുണ്ടാവും. അപ്പോൾ ഇവർ ചിലവണ്ണം ഇവിടെ ഇങ്ങനെ ശരിയാക്കട്ടെ. പക്ഷേ ഇതേപോലെ കല്ലുമുട്ടി വരുന്നിടത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാം, എംസാൻഡ് ഇട്ടിട്ട് നല്ല വെള്ളം അടിച്ച് ടൈറ്റായി കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന്. പിന്നെ അതേപോലെ തന്നെ നല്ല ബ്രഷ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ, ഇരുമ്പിൻ്റെ ബ്രഷ്. ഇത് എന്തിനാണെന്നറിയാം, നിലം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് വാങ്ങിക്കണം മക്കളെ. ഇത് ഇതേപോലെ ഈ മൂലതാ ഈ കാണുന്ന ഈ കര അങ്ങനെ ഇങ്ങനെ വടിച്ച് വൃത്തിയാക്കി എടുത്താൽ ഒരു ഈർപ്പത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്നിട്ട് ലേശം വെള്ളാണ്ട് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എത്ര കട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, തെറ്റി ചെറുതായിട്ടൊന്നാണ് പിടിച്ചു കൊടുത്താൽ എന്താ ചെയ്യും, കൺമാതൃക്കാവും. ഓക്കെ, ഏകദേശം ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ല നിലങ്കോറി ചെയ്യാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടോ. പിന്നെ ഇവിടെയൊക്കെ ലേശം കൂടി മണ്ണിട്ടിട്ട് എന്ത് ചെയ്യാണ്ട് ഫുള്ള് വൃത്തിയാക്കാണ്ട് ഇവിടെയൊക്കെ വെള്ളം അടിച്ചിട്ട് ഫുള്ള് ഇടിച്ച് വൃത്തിയാക്കാൻ കേട്ടോ. ഓക്കെ, ഒന്ന് സെറ്റാക്കാണ്ട് ഫുള്ള് ഓക്കെ ഫുള്ള് വെള്ളം അടിച്ച് എന്താ പറയുക, നമ്മൾ മെറ്റൽ എന്തെങ്കിലും സ്റ്റോക്ക് പ്രശ്നം വരരുത് കംപ്ലീറ്റ് മെറ്റൽ അടിച്ചിട്ട് കിട്ടാം. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷയം വരാൻ പാടില്ല മെറ്റലിന്. പിന്നെ പോയി എന്ത് ചെയ്യും, എംസാൻഡ് വരും കേട്ടോ. എംസാൻഡിനോട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കൺസീൽഡിൻ്റെ ബീം കെട്ടിയിട്ടുണ്ട്. മേലെ 2-12 ഇത് പുതിയ കമ്പിയാട്ടോ. ഇവിടെ നനഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതേ കളർ വരും കേട്ടോ. അടിയിൽ 2-16 കമ്പിയായിട്ട് സെറ്റപ്പായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ സലാങ്കി ഞങ്ങളെ കൂടി ഇതാ ബീമിൻ്റെ വലിയ കമ്പികളൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ 10-ൻ്റെ കമ്പിയാണത്, 10-12 കമ്പി. ബാക്കി നമ്മളെ 8 കമ്പി ഇവിടെ കട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഏകദേശം മേലത്തെ ഫിനിഷിങ്ങൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് സെറ്റായി. പിന്നെ അടിയിൽ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, ആ കര സെൽവണ്ണ കാട്ടിന് ആ കോൺക്രീറ്റ് എന്നതാ ഫുള്ള് വെള്ളം അടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, ആ ചളി ഫുള്ള് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാർപ്പ് എന്താ പൊട്ടി ബ്രഷ് പൊട്ടിച്ചു. അത്ര കനണ്ടോ ഞാൻ ഈ ബ്രഷ് പൊട്ടാൻ മാത്രം കനണ്ടാന് കുറച്ചോനെ. ആ ബ്രഷ് പൊട്ടിപ്പോയി എന്നറിയാം. നോക്കിയേ ഇരുമ്പിൻ്റെ പോട്ടെ. അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഫുള്ള് വെള്ളം അടിച്ച് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ടൊന്നുമല്ല, ഇത് ഫുള്ള് കണ്ട വൃത്തിയാക്കിന് അത്ര ഇതിൻ്റെ കര വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വൃത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മൾ അവരോട് പറഞ്ഞെടുത്തിട്ട് വന്നല്ല കേട്ടോ. കണ്ടെങ്കിൽ അത്രയും സെറ്റപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ കുറച്ച് കനം കൂടുതലിടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുതിയ മണ്ണിട്ട വീടാ മക്കളെ. നമ്മൾ കമ്പി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്ക് വലിയൊരു അപകടം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ കണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഓട്ടായതാട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനത്തെ പാൻറ് ഇടുമ്പോൾ കമ്പി കട്ട് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം കേട്ടോ. അത് മാത്രമല്ല വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഓട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരം ശ്രദ്ധിക്കണം. അത് വേറെ വശം. തീ പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലായിട്ടാ. ഈ ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഉരുകി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അറിയുള്ളൂ, പെട്ടെന്ന് അറിയില്ല സംഭവം. നല്ല സെറ്റായിട്ടാണ്. പിന്നെ നമുക്ക് ബീം കെട്ടുമ്പോൾ ഇത് എങ്ങനെയാണ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാ. 16 കമ്പി, 16 കമ്പിൻ്റെ 6 കമ്പി ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഒരു കമ്പി സ്ട്രൈറ്റ് ആണ്ട് പോകുന്നുണ്ട്. 2 കമ്പി അടിയത്തെ 2 കമ്പി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെയും അതേപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കൂട്ടാ. അപ്പോൾ വിഷയങ്ങൾ ഞാൻ പിന്നീട് എങ്ങനെയാണെന്ന് ഞാൻ മക്കളാ. ഈ അകരത്തിന് നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യല്ല, ഇവിടെ കൊടുക്കാനേ, മനസ്സിലായില്ല. അപ്പോൾ ഇതിന് മുട്ട വെക്കണ പരിപാടി നമ്മൾ എന്ത് ചെയ്യണമെന്നല്ല, കമ്പിപ്പണിൻ്റെ മുന്നേ കേൾക്കണം കേട്ടാ. നമ്മൾ കമ്പിപ്പണിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ഈ പണി കേൾക്കണം കേട്ടാ. അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ ആ വലിയ മുട്ട് വെച്ചിട്ട് തന്നെ ഹൈറ്റ് വെക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ അത് കെട്ടിയിട്ട് അതിനെ സ്ട്രോങ് എങ്ങനെയാണോ ആ രീതിയിൽ അത് ചെയ്ത് ഫുള്ള് ഇതിന് മുട്ടൊക്കെയുള്ള പിന്നെ നമുക്ക് അപ്പോൾ ഏത് സമയത്തും വെക്കട്ടാ, പ്രശ്നമില്ല. പക്ഷേ ഇതിൽ വേറൊരു ഓപ്ഷനിൽ എന്താ പറയുക, ഈ ബീമിൻ്റെ താഴെതാ ആ കാണുന്ന ബീമിൻ്റെ താഴെ അഡീഷണൽ മുട്ടകൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കണം. കാരണം മുട്ട ഞാൻ ജസ്റ്റ് വെച്ചായിട്ട് അടിച്ചിട്ട് അപ്പോൾ ആ ഷീറ്റ് എടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് മുട്ട് കൊടുക്കാൻ വേണ്ടി കഴിയൂട്ടാ. എന്താണ് നല്ല ലോഡിൽ നിർത്തണം കേട്ടോ. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ലോഡിൽ നിർത്തണം ശരിക്ക്. ഓക്കെ, ഈ മുട്ട് വളരെ പ്രധാനപ്പെട്ടാ. നമ്മൾ ഇതിമ ഒരിക്കലും പൈസ നോക്കരുത് കേട്ടോ. ഇത് എത്ര പൈസ ചിലവായാലും ഇതിമ നോക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ അകരത്തുമലാണ് എന്ത് ചെയ്യണേ, ഈ അകരത്തുമലാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. പക്ഷേ ചില ഇതിന് 2 മുട്ടും കൂടി എക്സ്ട്രാ കൊടുക്കണം. ഈ മുട്ടിന് ആ ചെറുമുട്ട എക്സ്ട്രാ കൊടുക്കണം, 2 അഡീഷണൽ കൊടുത്തായിട്ടാ. ഓക്കെ, ഇത് കണ്ടെങ്കിൽ മുട്ട ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് മുട്ട എക്സ്ട്രാ മുട്ട അടക്കം കൊടുത്തിട്ടാ.
എക്സ്ട്രാ മുട്ട പറഞ്ഞാൽ ഇതിമൊന്ന് ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ 5-6 മുട്ട് വെച്ച് പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള എന്താണ് അതേപോലെ കെട്ടിയിടണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴുള്ള ഗുണം എന്താ, എനിക്ക് എന്തിനാ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് വെച്ചു. ഇപ്പോൾ ഈ മുട്ട് കെട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കാണാൻ പറ്റി വീഡിയോ എടുത്തുകൊണ്ട് ഏതൊക്കെ മുട്ട് കണ്ടാ മുട്ടുകൾ കെട്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു മുട്ട് കെട്ടാണ്ട് കണ്ടാ മുട്ട് കെട്ടാൽ മറ്റേ ഫുള്ള് മുട്ട് കെട്ടിയിടണം കേട്ടോ. ഏകരത്തുമ്പോഴാകുമ്പോൾ ചെറിയ തോതിലൊന്ന് കെട്ടിയിട്ടാൽ അത് കെട്ടാൻ പറ്റി. ഇതേപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയിടട്ടെ എന്തെങ്കിലും കാരണത്താൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മുട്ട് നോക്കിയോണ്ട് തന്നെ അപ്പോൾ ഈ കുറേ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിക്ക് ഒരു റാത്താവുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ കണ്ടില്ല നിങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അടിയിൽ നിന്ന് ഇനി മുട്ട് കൊടുക്കാണ്ട് ഇപ്പോൾ ഈ വലിയ മുട്ടുകളൊക്കെ കെട്ടിയിട്ടാ. മുട്ട ഉണ്ടില്ല ഫുള്ള് കെട്ടിയിടണം മുട്ട്. നമ്മൾ സേഫ്റ്റി മേലൊക്കെ കെട്ടിയിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇതിമക്ക് ലോഡ് വരാത്ത രീതിയിലാണ് ആ മുട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അത് താങ്ങി കൊടുക്കും. അപ്പോൾ എന്താ പറയുക, ഇതിമക്ക് ഫുൾ ലോഡ് വരില്ല. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരെ എന്ത് ചെയ്യും, അത് താങ്ങി കൊടുക്കും. ബാക്കി ലോഡ് ഇതിമക്ക് വരുള്ളൂ കേട്ടോ. അതേപോലെ ഇപ്പുറത്ത് ഇതാ ഈ സ്പാൻ മൂലം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഒരു മുട്ട വെച്ചില്ല, അതേപോലെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഓരോരോ മുട്ടാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിമക്ക് സ്ലാബും ഇങ്ങനെ നിരത്തൽ തുടങ്ങിയിട്ടോ. നിരത്തലിങ്ങനെ തുടങ്ങിയിരിക്കണേ. കൺസൾട്ടിന് വേണ്ടിയുള്ളത് 16 2 MB 12 2 MB ഇട്ടാ. ഉള്ളിൽ കൂടി കയറ്റി നല്ല സെറ്റപ്പ് ആക്കിന്. ഒരു അടിയോളം ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആണ്ട് കയറ്റിയിട്ടുണ്ടാ. ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കയറ്റി കൊടുത്തിട്ടുണ്ടാ. ഇത് 7 ഇഞ്ചിക്കാണ് റിങ് വളച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ ലോഡ് എടുക്കുന്ന സംഭവം ഇവിടെ കണ്ടില്ല നിങ്ങൾ. ഈ കെട്ട് കറക്റ്റ് രീതിക്കാണ് വരേണ്ടത്. ഇവിടെ ഇങ്ങോട്ട് ചാടില്ല. ചാട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് കുറച്ച് വീതി കൂട്ടി കൊടുക്കാൻ. അപ്പോൾ ഇങ്ങോട്ട് ചാട്ടല്ലേ, കറക്റ്റ് ഈ കെട്ടിന് ഓപ്പോസിറ്റ് കെട്ടാണ് ആ കെട്ടിട്ടാണ്. അതുകൊണ്ടാണിത് എന്ത് ചെയ്തിട്ടുള്ളത്, വീതി കുറച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്രാങ്ക് ബോത്ത് വേണ്ടി ഇത് ചെയ്യണേ. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഒരു സൈഡ് എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യണം, കഞ്ഞി കുടിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ മക്കളെ ക്രാങ്കിൻ്റെ ഫസ്റ്റ് ഒടി ഇങ്ങനെ തുടർച്ചയായിട്ട് ഒടിച്ചുകൊണ്ട് പോകട്ടോ. ഒരാൾ ഇങ്ങനെ ഒടിച്ചുകൊണ്ട് പോവാണ്, ഒരാൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ബാക്കിൽ നിന്ന് കെട്ടി വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ അതേപോലെ എന്ത് ചെയ്യാണ്ട് ഓടിക്കാണ്ടിട്ടാണ് ഈ സൈഡ് ഇങ്ങനെ. അതേപോലെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോയി വന്ന് പോത്തിന് സലാങ്ക അവിടെ നിന്ന് കെട്ടി വരുന്നുണ്ട്. തളത്തിൻ്റെ കമ്പി അടിക്കമ്പി ഇങ്ങനെ കെട്ടി വരുന്നുണ്ട്. ഞാനപ്പോൾ ഈ ബാത്റൂമിൻ്റെ മേലെ ഒരു പീസും ഇത് ബോത്ത് വായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരാട്ടോ. ഇവിടെ നിന്ന് ബോത്ത് വായിട്ട് മടക്കാനുള്ള കമ്പി ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടാ. ഫുള്ള് കമ്പി എന്ത് ചെയ്ത് പോത്തുവിൻ്റെ കമ്പിയാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂമും വലുതായതുകൊണ്ട് തന്നെ ഇതും ബോത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കമ്പി സെപ്പറേറ്റ് ആക്കിയിട്ടാണ്. അത് കമ്പി സെപ്പറേറ്റ് ആക്കിയിട്ട് ആ കമ്പിയും ബോത്തുവേൻ്റെ കമ്പി മാത്രം എന്ത് ചെയ്തിന് ഫുള്ള് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല സെറ്റപ്പ് വെള്ളം കേട്ടോ. മാഷാഅല്ലാ നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ കൊടുത്തു തന്നിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പണിയും കഞ്ഞുടിക്കലോ കൂടെ ആയപ്പോൾ ഇങ്ങനെ വൈകിച്ചാട്ടാ. ഓക്കെ മക്കളെ, ഓരോ സൈഡ് കെട്ടി കഴിഞ്ഞ് ഇനി ബീം ഇതാ ഇവിടുന്ന് കയറ്റാട്ടോ. ബീം എങ്ങനെയാണ് ഇത് വരലെന്ന് കറക്റ്റ് അവിടെ നിന്ന് കാണിച്ചു തരട്ടെ. ബീം ഇപ്പോൾ നമ്മളെ മനസ്സിൽ വെച്ചാണ്ട് ഇവിടെ കെട്ടിയാണ്. ഇനി അവിടെ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വേണ്ടിയില്ല ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ മക്കളെ എന്താ പറയുക, നല്ല ചുട്ടാറ വെയിലാട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ താഴെ ബീമിൻ്റെത് താഴെ വെച്ച് കെട്ടിയത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നില്ല. നിങ്ങൾ കണ്ടില്ലത് ഈ ഭാഗത്ത് ഒരു കമ്പി ഇതാ. ഇത് 1 മീറ്റർ ആയതുകൊണ്ട് തന്നെ 1 മീറ്റർ അകലുള്ളതാണ്. മെയിൻ സ്ലാബ് ഫുള്ള് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പി ഇതാ 16-ന് ഒരു കമ്പി എന്ത് ചെയ്തിരിക്കണം ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. ഈ സൺസൈഡിലേക്ക് എന്ത് ചെയ്തിരിക്കണം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കണേ. അതേപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ ഇതാ ഈ അടിയത്തെ 3 കമ്പി നോക്കുകയാണ്. ഇത് അടിയത്തെ 3 കമ്പി ഏകദേശം 1 ഇഞ്ച് കവറിങ്ങിലായിട്ട് അവിടെ നിന്ന് ഈ കമ്പി ഒരു 2-3 ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്ത് ഇവിടെ. അപ്പോൾ എന്താ പറയുക, ഇതിൽ മാത്രം ലോഡ് ഒതുങ്ങാതെ ഒന്നും കൊണ്ട് സ്പ്രെഡായി നിൽക്കും. പുറത്ത് ഭാഗത്ത് ഒന്ന് സ്പ്രെഡായിക്കും. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ എന്താ പറയുക, ഈ 3 കമ്പിയോ അടിയത്തെ കമ്പിയോ അവിടെ ആ കവറിങ്ങിന് നിന്ന് ഇത് ഏകദേശം ഒരു 6 ഇഞ്ചോളം എന്ത് ചെയ്ത് ഒരു 5 ഇഞ്ചോളം ഇങ്ങോട്ടും കയറി നിന്ന്. അപ്പോൾ എന്താ പറയുക, ബീമിനൊരു കൂട്ടിപ്പുറത്ത് മൊത്തത്തിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ 16-ൻ്റെ 6 കമ്പി ഇട്ടിരിക്കണ്. 16-ൻ്റെ 6 കമ്പി ഇടാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ലോങ് ഉള്ളതുകൊണ്ട് തന്നെ 16-ൻ്റെ 6 കമ്പി അവിടെ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചെറിയ ഭാഗം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു കൺസിൽഡ് ബീമും ഇവിടെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ഇവിടെ ഫുള്ള് ബോത്തുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ഇടക്കെട്ടുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് സിംഗിളായിട്ട് ലൈന് നേരെ സ്ട്രൈറ്റ് അടിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ സ്ട്രൈറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തിരിക്കണേ, അത് ഇത് ബോത്തുവാക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താ ചെയ്യുക, ഇതിന് കംപ്ലീറ്റ് ഇത് 10-ൻ്റെ കമ്പി ആട്ടോ. കംപ്ലീറ്റ് മെയിൻ ബാറും ഒക്കെ കംപ്ലീറ്റ് 10 ആട്ടോ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ബാക്കി കെട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ ഏകദേശം ഇതാ ഇതും കെട്ടലും ഏകദേശം കഴിഞ്ഞിട്ട് രാവിലെ നേരം വെളുത്തിട്ട് ഞങ്ങൾ 4 ആൾ വന്നു. ഒരൊറ്റ കമ്പി കഷ്ണം ഇതിൻ്റെ മേലെ കയറിയിട്ടില്ല. ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ ഇതാ ഇങ്ങനെ കെട്ടിയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടാണ്
ഏകദേശം ഇനിയിപ്പോൾ ഈ ഭാഗം കൂടി ഇനിയിപ്പോൾ ഒരു എക്സ്ട്രാ ബാർ കുറച്ച് കുറവുണ്ടെങ്കിലും അന്ന് എന്ത് ചെയ്താൽ മതി, കെട്ടിയാൽ മതി. ആ വിഷയമല്ല. പക്ഷെ ബാക്കിയൊക്കെ എന്ത് ചെയ്യണം, അടുത്ത് തീർത്ത് ഒഴിവാക്കണം കേട്ടോ. മക്കളാ ഇന്നത്തെ പരിപാടി മാഷാ അല്ലാ നല്ലോണം നയിച്ചിരിക്കും കേട്ടോ. സലാങ്ക നല്ല നയിച്ചിരിക്കണല്ലേ, പാവാണ്. ഇരുത്തം തന്നെ ശരിക്കും പറഞ്ഞാൽ മാറിയിരിക്കും കേട്ടോ. ആകെ എന്താ പറയുക, കമ്പി കെട്ടി അടിച്ച് വിടുകയാണ്. ഒരു നോട്ടം ഇല്ല. ഇതെന്താ ഈ സൈഡിലേക്ക് മടക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മടക്കാൻ കാരണം എന്താ പറയുക, ഇവിടെ അങ്ങനെ ഏകദേശം ടാങ്കി വരാൻ ചാൻസ് ഉണ്ട്. അവിടെ കിണറുണ്ടില്ല, അവിടെ ടാങ്കി വരാൻ ചാൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ടാണ് ഇത് ബോത്ത് വരുന്നത്. ശരിക്കും ആവശ്യമില്ല കേട്ടോ, ശരിക്കും ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ മടക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ മറ്റേ ടാങ്കി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ബീമിൻ്റെ കാര്യം ആണ്ടും കൊണ്ട് കയറ്റി വെച്ച് ബീം എന്ത് ചെയ്തിങ്ങനെ 8 ഇഞ്ചുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് എപ്പോഴും കയറ്റി വെച്ച് കൊടുക്കണേ. പരമാവധി കഴിയുന്നവരൊക്കെ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ കമ്പി ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഒരു കമ്പി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണ്ടിട്ട് പിന്നെ ബാക്കിയുള്ളടത്ത് ഇവിടെ എന്ത് ചെയ്ത് തരാം, ഈ ബീം കഴിഞ്ഞിട്ട് ഈ ബീം ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്ത് ബോത്ത് വേക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് ഈ കൺസേർട്ടേക്ക് മടക്കി കൊടുത്തിക്കണ്. അങ്ങനെയാണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ബാക്കി പണി ഇതാ വേഗാഴ്ചയാണ് ഇവിടെ വാർപ്പ്. ആ വാർപ്പിൻ്റെ അന്ന് ബാക്കി കാര്യങ്ങളിങ്ങനെ ചുറ്റുവട്ടങ്ങൾ നോക്കാം എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളെ ഇവിടുത്തെ മുട്ട് കൊടുക്കലൊക്കെയാണ് കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും. മുട്ടതാ ഈ കോണിക്കൊന്ന് അഡീഷണൽ മുട്ട കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഈ 5 മുട്ട കൊടുത്തിട്ടുണ്ട് ഈ വരനോടത്ത്. എന്താ വെച്ചാൽ ഈ ഇത് കെട്ടുമ്പോൾ ഇതാ പരമാവധി മുട്ട് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്തിങ്ങനെ ചെയ്തിങ്ങനെ ഇട്ടാ. ഓക്കെ, പിന്നെ ഞങ്ങൾ ഇവിടെ ഫുള്ള് മുട്ട വെച്ച് ഏകരം വെച്ച് അതുപോലെ തന്നെ ഇവിടുന്ന് എക്സ്ട്രാ മുട്ട കൊടുത്ത് കംപ്ലീറ്റ് ഏകദേശം എന്ത് ചെയ്തിങ്ങനെ ഇങ്ങനെ ഇട്ടാ. ഓക്കെ, അപ്പോൾ മക്കളെ ഞങ്ങളിതാ തുടങ്ങിയിട്ടാ സംഭവം സെറ്റായിട്ട് എന്ത് ചെയ്ത് മെഷീന് തുടങ്ങി. മാഷാ അല്ലാ ആദ്യത്തെ ചട്ടി. സലാങ്ക ഇട്ടോളി, ബിസ്മില്ലാ. അപ്പോൾ മക്കളെ പരിപാടി ഇതാ ഇങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പുറത്തേക്കാരൻ കണ്ടില്ല നമ്മളെ. മാഷാ അല്ലാ അടിപൊളിയായിട്ട് ഇങ്ങോട്ട് സ്ലോപ്പാക്കി വെച്ചാട്ടോ, ചെറുതായിട്ട് സ്ലോപ്പാക്കിയിട്ട് കൊണ്ട് വെച്ചാണ്. അപ്പോൾ മക്കളെ ഞങ്ങളിതാ പണി ഇങ്ങനെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി ഇതാ നമ്മൾ കഞ്ഞി കുടിക്കാൻ നിർത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ജോയിൻറ്റ് പുതിയ ജോയിൻറ്റ് ഇട്ടാണ്ട് ഇറങ്ങണം കേട്ടോ, അല്ലെ ആകെ പണി ഇട്ടിട്ടാ. ഓക്കെ മക്കളെ കഞ്ഞി കുടിക്കാൻ നിർത്തട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ കണ്ടങ്ങൾ പുതിയ ജോയിൻറ്റ് ഇടുന്ന ഇവിടെ പുതിയ ഒരു ഇവിടെ ഏയ് ആട്ടോ ഇവിടെ കണ്ടങ്ങൾ പുതിയ ജോയിൻറ്റ് ഇട്ടിട്ട് എന്താ പറയുക ലീക്ക് വരില്ല കേട്ടോ. അല്ല അതിങ്ങനെ ഇട്ട് അടിച്ചെടുക്കാം നന്നാക്കി. അപ്പോൾ പുതിയ ജോയിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ മക്കളെ മേലൊക്കെ ഏകദേശം കഴിഞ്ഞ് മറ്റേ ഞങ്ങളിതാ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് മാഷാ അല്ലാ എകരട്ട് ഇതാ നമുക്ക് വളരെ റാത്താട്ടോ. ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയാണ് ഈ എകരട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാ. ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. എന്തെങ്കിലും ഒരു മുട്ട് പോവുക കാര്യങ്ങളോ അതേമാതിരി വാട്ടർ ലെവൽ തെറ്റുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ അല്ലെന്നില്ല അതിനൊക്കെ രക്ഷപ്പെട്ട് ഒരുപാട് മുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, മുട്ടിന് മടി കാണിക്കരുത്. മുട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. മാഷാ അല്ലാ ഒന്നും ഇല്ലായിരിക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ റാത്തായൊക്കെ പൊളിക്കോളൊരു പ്രശ്നം ഇല്ലായിരിക്കട്ടെ. നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വണ്ടിയിലാണ് വെള്ളം നിൽക്കുന്നത്. ഇനി ഇതിൽ വെള്ളം അടിച്ചാൽ ആകെ കിട്ടി ചളി പിടിയാവും. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഒന്ന് സെറ്റാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാ. നേരെ പോയിച്ചോട്ടെ ഒരു ടീം. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്തിങ്ങനെ കിട്ടാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തിങ്ങനെ വെള്ളം അതിൽ നിൽക്കട്ടെ. ശരിക്കും കണ്ടില്ല, വീഡിയോയിൽ നിങ്ങൾ കറക്റ്റ് കാണുന്നുണ്ടെന്നുള്ള അറിയില്ല. അപ്പോൾ എന്താണ് ഇതൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കണം, പുറത്തിറക്കണം. പണി സാധനങ്ങൾ പുറത്തിറക്കിയിട്ടാണ് നമുക്ക് പിന്നെ കൊണ്ടുപോകാനേ കഴിയൂല. അപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ നല്ല മസൂത്താണ് കേട്ടോ. മസൂത്തായിട്ട് പരിപാടി ഇങ്ങനെ നടക്കട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലൂസിലായിട്ട് വരണം. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാൻ ഇങ്ങനെ തട്ടി നിരത്തി കൊടുക്കുക, നന്നാക്കുക, നല്ല ഫിനിഷാക്കിയിട്ട് എന്ത് ചെയ്യാൻ ഇട്ട് കൊടുക്കട്ടോ. ഓക്കെ, ഈ ഭാഗം ഇങ്ങനെ രുചി പിടിച്ച് വരുന്നുണ്ട്. ഈ ഭാഗം ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അങ്ങനെ കെട്ടി വെച്ചാൽ ഞാൻ തെലാങ്ക. അപ്പോൾ മക്കളെ ഇത് കണ്ടില്ല, കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഫുള്ള് വൃത്തിയാണ്, ഫുള്ള് ഫിനിഷാക്കിയിട്ട് കംപ്ലീറ്റ് ഇട്ടിട്ട് അതേപോലെ തന്നെ ഓരോരോ റൂമുകൾ ഞങ്ങളിങ്ങനെ പണി കഴിച്ച് ഇങ്ങനെ വരാം. ഇൻഷാ അല്ലാ ഓക്കെ, സെറ്റല്ലേ. അപ്പോൾ മാഷാ അല്ലാ ഞങ്ങളെ
ഏകദേശം പരിപാടികളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ്. പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞ് ഓക്കെ. സോ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് അടിയും കോൺക്രീറ്റ് ഇട്ട് എല്ലാം എന്തായി ഫുള്ള് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായി. പിന്നെ ഇപ്പോൾ പിടിച്ചോണ്ട് തന്നെ ഒന്നുകൂടി രണ്ടാം പിടുത്തം എന്താ ചെയ്യുക, പിടിച്ചതുകൊണ്ട് തന്നെ മണലുമാണ്. അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ മറ്റേ നനക്കേണ്ട ഒരു സാഹചര്യം ഇല്ലയെന്ന് മനസ്സിലാക്കിയിട്ട് അടിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ വെള്ളമാണ്. ഇപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഇല്ല അപ്പോൾ വെള്ളമുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് രണ്ടാം പിടുത്തം പിടിച്ച് അതുകൊണ്ടാണ്. ഓക്കെ എങ്ങനെയുണ്ട്? സെറ്റല്ല?